ഇതൊന്നും വലിയ കാര്യമല്ല. ഞാൻ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ളപ്പോ ഇതിനേക്കാളും വലുതും തടിയുള്ള കയറിൽ കൂടി ഞാൻ ഓടുമായിരുന്നു. അതറിയോ നിങ്ങൾക്കൊക്കെ? അതായത് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്കുള്ള നീണ്ട കയറ്. ആണോ? അപ്പൊ ഒന്ന് ചെയ്ത് കാണിക്കേ. ലഡു സിംഗ് സർ, എവറിത്തിങ് ഈസ് അണ്ടർ കൺട്രോൾ. ഡ്രൈവർ, എത്രയും പെട്ടെന്ന് നാഷണൽ ഹൈവേക്ക് പോണം. ഇപ്പൊ ലഡു സിംഗ് സാറാണ് വിളിച്ചത്. അവിടെ ഏറ്റവും അപകടകാരിയായ ഭൂക്ക സിംഗ് എന്ന ടെററിസ്റ്റിനെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന്. ഹലോ ഹലോ കമ്മീഷണർ സാറേ, ഞാൻ ഇവിടെ ഭൂക്ക സിംഗിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ശരി, ഞാൻ ഇപ്പൊ തന്നെ വരാം. അറ്റൻഷൻ, കമ്മീഷണർ സാറിന്റെ ഓർഡർ ആണ്. നിന്ന സ്ഥലത്ത് ആരും അനങ്ങി പോകരുത്. കമ്മീഷണർ സാർ ഇവിടെ വരുന്നത് വരെ എല്ലാരും അനങ്ങാതെ നിൽക്കണം. അറ്റൻഷൻ. യെസ് സർ. ലഡു സിംഗ് സാറേ, എനിക്ക് വിശക്കുന്നു. ബീഫും പൊറോട്ടയും എനിക്ക് വേണം. കൊളസ്ട്രോൾ വരുന്നത് കൊണ്ട് പാതി പൊറോട്ട മതി. ജയിലിൽ നിനക്ക് പാതി പൊറോട്ട പോലും തരില്ല. ബീഫ് കറി പോയിട്ട് നിനക്ക് പച്ച വെള്ളം പോലും കിട്ടില്ല. ലഡു സിംഗ് സാറേ, കമ്മീഷണർ വരുന്നത് വരേക്കും നമുക്കൊന്ന് അടിച്ചു പൊളിച്ചാലോ? പോയോ? വേണ്ട, എന്നെ തല്ലല്ലേ, എന്നെ തല്ലല്ലേന്ന് പറ. അവനെ പിടിക്കാൻ നോക്ക്, അവനെ പിടിക്കാൻ നോക്ക്. പേടാറാമേ, ഇങ്ങനെ കണ്ണും തുറിച്ച് രസിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണോ? ഭൂക്ക സിംഗ് എന്നെ പെരുമാറുന്നത് കണ്ടിട്ട് നിങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണോ? എന്നെ എന്തുകൊണ്ടൊന്ന് രക്ഷിച്ചൂടാ? കമ്മീഷണർ സാറ് വരുന്നത് വരെ ഞാൻ ഇവിടുന്ന് അനങ്ങാൻ പാടില്ല. അദ്ദേഹം അങ്ങനെയാണ് ഉത്തരവിട്ടിരിക്കുന്നത്. എടേ, ആരെങ്കിലും വേഗം എന്നെ ഒന്ന് രക്ഷിക്കണേ. ഐ എം സോറി സർ, എനിക്കിപ്പോ അനങ്ങാൻ പറ്റൂല. കമ്മീഷണർ സാറുടെ ഓർഡർ ആയതുകൊണ്ടോ? വേണ്ട 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 വേണ്ട. ശിവ വന്നു, എന്റെ ശിവ വന്നു. കുട്ടി, ഞങ്ങളിവിടെ ഗെയിം കളിക്കുന്നു. മാറ്. ഭൂക്ക സിംഗ്, അവനെ കുട്ടിന്നൊന്നും വിളിച്ചേക്കല്ലേ. ശിവ, നീ ഒന്നും പറയേണ്ട ആവശ്യമേ ഇല്ല ശിവ. ഇതിന്റെ മറുപടി ഞാൻ തന്നെ കൊടുത്തോളാം. ശിവ, ശിവ എന്നാണ് ഇവന്റെ പേര്. ശിവ, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഫൈറ്റിംഗ് എന്താണെന്നുള്ള കാര്യം ഇതേ ഇവിടെ ഞാൻ ഇപ്പൊ പഠിപ്പിച്ചു കൊടുക്കാം. ലഡു സിംഗ് സർ, എവറിത്തിങ് ഈസ് അണ്ടർ കൺട്രോൾ. ശിവ, എന്റെ കൺട്രോള് തന്നെയാണ്.
എന്റെ നാട് പോയി. വേണ്ട വേണ്ട. അപ്പൊ നീ എന്നെ ഇടിക്കുമല്ലേ കുട്ടി? വരൂ, ഒരു കൈ നോക്കാം. ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? കുട്ടിയെന്ന് വിളിക്കരുതെന്ന് പറഞ്ഞില്ലേ? ശിവ, ശിവ എന്നാണ് എന്റെ പേര്. നിന്നെ ഞാൻ വെറുതെ വിടില്ല, നിന്നെ എടുത്തോളാം. ബലൂർമാൻ, ഞാൻ ബൂക്കാ സിംഗ് ആണ്. വിശക്കുന്ന പൊറോട്ടയും ബീഫും വേണം, പാതി പൊറോട്ടയെ കഴിക്കൂ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി കണ്ടുപിടിക്ക. നീ ഇപ്പൊ ആരോടായി സംസാരിക്കുന്നത്? ആ ഫോണും കൊണ്ട് താ, വേഗം താ. ലഡു, ഞാൻ ഇവിടെ നിന്ന് ഓടാനുള്ള പ്ലാൻ ചെയ്യുകയാണ്. ഫോണെന്നാ ഇപ്പൊ ആര് വരാനാ? വരൂ വരൂ, ബലൂൺ ബാസ്കറ്റിൽ കയറി ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. വേഗം വരൂ. അല്ല, ഈ ബലൂണിന്റെ ബാസ്കറ്റിൽ ആർക്കാണ് കേറിയിരിക്കാൻ ആഗ്രഹമുണ്ടാകുക? പറയൂ. അത് ബോളിലേക്ക് പൊങ്ങിപ്പോയാൽ പിന്നെ എങ്ങനെ താഴേക്ക് വരും? പറയൂ. നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കൂ. ഈ കയറ് നിങ്ങൾ കണ്ടില്ലേ? കയറ് കൊണ്ട് ബന്ധിച്ചിരിക്കുക. കയറ് തുറന്ന് എത്രത്തോളം ദൂരേക്ക് വിടുന്നോ അത്രയും പൊക്കത്തില് ബാസ്കറ്റ് പോകും. കണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ കയറ് ഞാൻ 20 ഫീറ്റേ അഴിച്ചു വിട്ടുള്ളൂ. ഒരടി വരെ പോകാനുള്ള കയറുണ്ട്. ഒരുപാട് ദൂരേക്ക് പോകാൻ ആഗ്രഹമുള്ളവർക്ക് കയറ് ഞാൻ ഇവിടുന്ന് അഴിച്ചഴിച്ചു വിടും. ഇനി ധൈര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഹലോ, യാ എന്ത് മോളിലേക്ക് നോക്കാനോ? എന്തിനാ? ലഡു സിംഗ്, ആ ബൂക്കാ സിംഗിനെ വിട്ടേക്ക്, അല്ലെങ്കിൽ ഓരോ ബലൂൺ വീതം ഞാനിവിടെ നിന്ന് അങ്ങ് പൊട്ടിച്ച് വിടും. ദാ ഇങ്ങനെ ആയിരിക്കും. ശരിക്കും ഒന്ന് കണ്ടോ? പേടിക്കണ്ട രവ, ഞാൻ ഉടനെ തന്നെ അവിടെ എത്തും. ലഡു സിംഗ്, ആ ബലൂൺ ബാസ്കറ്റിന് അടുത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന ആ കുട്ടിയോട് മര്യാദക്ക് താഴോട്ട് വരാൻ പറ, അല്ലെങ്കിൽ ഓരോ ബലൂൺ വീതം ഞാൻ ഇവിടെ നിന്ന് പൊട്ടിച്ചിരിക്കും. ശിവാനി താഴേക്ക് വന്നേ. ശിവ, ഇപ്പൊ എല്ലാ ബലൂണും പൊട്ടിക്കുന്ന പറയണേ. നിങ്ങളുടെ ഓരോ ബാസ്കറ്റും കയർ കൊണ്ട് ബന്ധിക്കാൻ നോക്ക്. ഈ കാര്യം മറ്റുള്ളവരോടും പറഞ്ഞേക്ക്. എനിക്ക് ഉടനെ തന്നെ താഴെ പോകാനുണ്ട്. ശിവ,
അവിടെ ഒരുത്തൻ എല്ലാ ബലൂണും പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്നോട് പറയാണ് ഞാൻ ബൂക്കാസിങ്ങിനെ വിട്ടുകൊടുക്കണമെന്ന്. എന്നാ പിന്നെ അയാൾ അങ്ങ് വിട്ടേക്കില്ല ലഡു സിംഗ് സർ. നീ ഇപ്പൊ പറഞ്ഞത് ഒട്ടും ശരിയാവില്ല ശിവ. ആ ബൂക്കാസിംഗ് ഒരു വലിയ കുറ്റക്കാരനാണ്. അവനെ വിട്ടുകൊടുത്താ പിന്നെ അധികം താമസിക്കാതെ എന്റെ തൊപ്പി തന്നെ തെറിക്കും. അല്ലേലും ഇത്രയും പേരുടെ ജീവൻ അപകടത്തിലായാൽ തീർച്ചയായിട്ടും അങ്ങയുടെ ജോലി നഷ്ടപ്പെടാൻ ചാൻസസ് ഉണ്ട്. അതിലും നല്ലത് ബൂക്കാ സിംഗിനെ വെറുതെ വിടുന്നതാണ്. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ ശിവ, നീ പറഞ്ഞതുപോലെ ചെയ്തോളാം. പേടാറാം, സാറേ. ബൂക്കാസിങ്ങിനെ കൂട്ടിക്കൊണ്ട് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നേ. വേഗം ആവട്ടെ. ബൂക്കാസിംഗ്, നിനക്ക് ഇനി എവിടെ വേണമെങ്കിലും പോകാം. പക്ഷെ പോകുന്നതിന് മുമ്പ് ഈ ബലൂൺ ബാസ്കറ്റ്സിനെ ഒന്ന് താഴേക്ക് ഇറക്കിയിട്ട് പോകണം പോവാൻ, പ്ലീസ്. ശരി, നിങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചെയ്യാം. എന്റെ കളഞ്ഞു പോയ അഭിമാനം ഞാൻ തിരിച്ചു പിടിക്കും. ഒരു കുട്ടി എന്നെ അടിച്ചിരിക്കുന്നു. അത് വല്ലാത്തൊരു നാണക്കേടായി പോയി. ഇനി ഞാൻ അവനെ തരിപ്പണമാക്കും. ഇവിടെയുള്ളവരെ കേൾക്കൂ, ഞാനും ശിവയും ഫൈറ്റ് ചെയ്യാൻ പോകുന്നു. ശിവ, ഇനി ഞാനും നീയും തമ്മിൽ ഫൈറ്റ് ചെയ്യാം. നീ എന്റെ കയ്യിൽ നിന്ന് അടി മേടിച്ചേ പറ്റൂ. പിന്നെ ശരിക്കുള്ള ഫൈറ്റാണത് എല്ലാവർക്കും തോന്നണം. എത്ര അടി നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുവോ അത്രയും ബലൂൺ മുകളിൽ നിന്ന് പൊട്ടി താഴെ വരും. മനസ്സിലായോ? എന്താ ശിവ അത്? നീ ഇങ്ങനെ തല്ലുകൊള്ളുന്ന്? അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. നീ എണീറ്റാൽ പിന്നെയും ബലൂണുകൾ പൊട്ടിപ്പോകും. ഫൈറ്റ് തീർന്നു, ഞാൻ ജയിച്ചു. കൈകൊട്ട്. മര്യാദയ്ക്ക് കൈ കൊട്ടിയില്ലെങ്കിൽ അവിടെ മുകളിൽ പടക്കം പൊട്ടുന്നതായിരിക്കും. മതി മതി, നന്നായിരിക്കുന്നു നന്നായിരിക്കുന്നു. ഞാൻ പോട്ടെ. എല്ലാവരും സർക്കിളിൽ തന്നെ നോക്കി നിൽക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. എനിക്ക് വിശന്നിട്ട് വയ്യ. ഇന്ന് ഞാനൊരു 10 പൊറോട്ടയും ബീഫും കഴിക്കും. എന്നാ പോയി പൊറോട്ട കഴിക്കട്ടെ. ശിവ, ലഡു സിംഗ് സർ, ഈ ബലൂൺ മുഴുവനും കൺട്രോൾ ചെയ്യുന്ന ആള് എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിക്കാം. തീർച്ചയായിട്ടും അയാൾ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കാണും. അയാളായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. ഹലോ ലഡു സിംഗ് സർ, അയാളെ കണ്ടു കഴിഞ്ഞു. ഇവിടെയുള്ള ക്രിസ്റ്റൽ ടവറിന്റെ മുകളിലുണ്ട്. നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഹലോ അങ്കിൾ, ബോക്കാ സിംഗിനെ കാത്തിരിക്കാണെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഗെയിം കളിച്ചാലോ? കൊള്ളാം മോനെ, നന്നായി.
എടോ ആ ചെക്കനെ പോക്കി താഴേക്ക് വലിച്ചെറിയ. സബാഷ് ബലൂൺ മാൻ, അവനെ വിടരുത് നീ. എനിക്ക് വിശന്നിട്ട് വയ്യ, ഞാനൊന്ന് പാതി പൊറോട്ട കഴിക്കട്ടെ. നീ എങ്ങനെ തന്നെ ശിവയെ പിടിച്ചോണ്ടിരുന്നാ മതി. ഞാനൊന്ന് ചെന്നിട്ട് നിന്നെ രക്ഷിക്കാനുള്ള വഴി എന്താണെന്ന് നോക്കട്ടെ. ബൈ ബൈ ശിവ. ഫ്രണ്ട്സ്, നിങ്ങൾ ആരെടുത്തെങ്കിലും കാറ്റ് ബെൽറ്റ് ഉണ്ടോ? വേഗാവട്ടെ, ആ ബൂക്കാ സിംഗിന്റെ ബലൂണൊക്കെ പൊട്ടിക്കട്ടെ. ഏയ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എന്തിനാ എന്റെ ബലൂണൊക്കെ പൊട്ടിക്കുന്നത്? നിങ്ങളും ഞങ്ങളുടെ ബലൂൺ ഇങ്ങനെയല്ലേ പൊട്ടിച്ചത്? വേണ്ടോ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്തായാലും ഇത് വളരെ നന്നായിട്ടുണ്ട്. ഞാൻ വെറും ഒരു ബലൂൺ മാനാ. നിങ്ങളാണെങ്കിലോ നല്ലൊരു ഫൈറ്റർ അല്ലേ? ഇടിച്ചോണ്ടിരുന്നോ? നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്തോ അതോ നിനക്ക് ഞാൻ ഫൈറ്റ് ചെയ്യണമെന്നുണ്ടോ? ഇല്ലില്ല, ഫൈറ്റ് തീർന്നു. അതെപ്പോഴേ തീർന്നു. അറസ്റ്റ് ചെയ്യൂ, വേഗം എന്നെ അറസ്റ്റ് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോകൂ. എനിക്ക് വിശന്നിട്ട് വയ്യ. ജയിലിൽ ചെന്നിട്ട് ഞാൻ പൊറോട്ട കഴിച്ചോളാം.